വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. അപ്പോൾ ഇന്ന് 11 മൂവി കണ്ടിട്ട് വന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ സിനിമയിൽ പോസിറ്റീവായ തോന്നിയ കാര്യങ്ങൾ, അതായത് നല്ല വശങ്ങൾ എന്തൊക്കെയാണോ അത് ഞാൻ ആദ്യം പറയാം. അതിന് ശേഷം ഈ സിനിമയിൽ നെഗറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങളുണ്ടെങ്കിൽ അത് വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ ഈ ചാനലിലെ വീഡിയോകൾ കാണുമ്പോൾ മറക്കാതെ ഒരു ലൈക്ക് കൊടുക്കുക. പിന്നെ ഞാൻ സിനിമ കാണുമ്പോൾ എനിക്ക് എന്താണോ യഥാർത്ഥത്തിൽ അഭിപ്രായം തോന്നുന്നത് അത് തന്നെയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതായത് നിങ്ങൾ സിനിമ കാണുമ്പോൾ യഥാർത്ഥത്തിൽ തോന്നുന്നത് എന്താണോ അത് തന്നെ ആയിരിക്കുമല്ലോ എനിക്കും തോന്നുക ഏകദേശം. അപ്പോൾ അത് തന്നെയാണ് ഞാൻ യഥാർത്ഥ അഭിപ്രായം തന്നെയാണ് പറയുക. അത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം ചിലരൊക്കെ വായി തോന്നിയതൊക്കെ അല്ലെങ്കിൽ ഫാൻ ബേസിലൊക്കെ അല്ലെങ്കിൽ സിനിമയെ ചിലവരോടുള്ള ഒരു ശത്രുത പോലെ ചില നടന്മാരോടൊക്കെ തോന്നിയിട്ട് ആ സിനിമകളെ മോശം അഭിപ്രായം അങ്ങനെയൊക്കെ പറയുന്നതായിട്ടൊക്കെ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നുമല്ല ഞാൻ കാണുക. എല്ലാ സിനിമയും തന്നെ അതിലുള്ള നടന്മാരാരായാലും സിനിമ എങ്ങനെയായിരുന്നോ ആ ഒരു യഥാർത്ഥ അഭിപ്രായമാണ് ഈ ചാനലിൽ ഞാൻ പറയുക. അപ്പോൾ നിങ്ങൾ മറ്റ് റിവ്യൂ വീഡിയോകൾ കാണുന്നത് പോലെ തന്നെ ഈ വീഡിയോയും കാണുക, ഞങ്ങളുടെ വീഡിയോകളും കാണുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സിനിമ കാണുന്ന കാര്യത്തിൽ പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് കിടക്കാം. 11 മൂവിയുടെ കഥ എഴുതിയിരിക്കുന്നത് ലോകേഷ് അജിൽസ് ആണ്. ലോകേഷ് കനകരാജ് അല്ല കേട്ടോ. ലിയോ മൂവിയുടെ ഡയറക്ടറായ ലോകേഷ് കനകരാജ് അല്ല, ലോകേഷ് അജിൽസ് ആണ്. അപ്പം ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ ലോകേഷ് എന്ന് പേരുള്ള ഡയറക്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ സിനിമ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്ന് തോന്നിപ്പോയി. ലോകേഷ് അജിൽസ് അണ്ണാ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. എങ്ങനെ നിങ്ങൾ ഇങ്ങനെയൊരു കഥ എഴുതി? ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. അപ്പോൾ കഥ എന്ന് പറഞ്ഞാൽ ഇതാണ് കഥ. ശരിക്ക് ഷെർലക് ഹോംസിൻ്റെ ഡിറ്റക്റ്റീവ് കഥകളില്ലേ, അതിനെ കടത്തി വെട്ടിയ ഒരു കഥയായിട്ടാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ശരിക്കും ഈ ലോകേഷ് അജിൽസിന് ഷെർലക് ഹോംസ് പോലെ കഥ എഴുതുന്ന പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ഒരുപാട് വരിക്കാർ അദ്ദേഹത്തിനുണ്ടാകും. അതേപോലെ അദ്ദേഹത്തിൻ്റെ കഥകൾ എപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെടുമെന്ന് വളരെയധികം ജിജ്ഞാസയോടെ പ്രേക്ഷകർ കാത്തിരിക്കും. അതിനുള്ളൊരു ചാൻസ് കൂടി ഈ ലോകേഷ് അജിൽസിനുണ്ട്. അതുപോലത്തെ ഒരു കഥയെഴുത്തുകാരനാണ് അദ്ദേഹം എന്ന് ഈ സിനിമയിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. പിന്നെ ഒരു കഥ നന്നായിട്ട് എഴുതിയാൽ മാത്രം പോരാ, അത് സിനിമയാക്കുമ്പോൾ അത് സ്ക്രീനിൽ അതിൻ്റെ ശരിക്കുള്ള ഒരു ഫീലിംഗ് നമുക്ക് ലഭിക്കണം. അപ്പോൾ ഈ സിനിമ കണ്ട അവസാനമായപ്പോഴേക്ക് എനിക്ക് മനസ്സിലായത് കഥയെ വെല്ലുന്ന അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് കടന്ന ഒരു തിരക്കഥയാണ് ലോകേഷ് അജിൽസ് ഇതിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നതെന്നാണ്. കാരണം ഈ സിനിമയുടെ അവസാനം എൻഡ് സ്ക്രീനിൽ ഇങ്ങനെ പേരെഴുതി വരുമല്ലോ, അതിന് തൊട്ട് മുമ്പ് പോലും ഈ സിനിമയിലെ ഓരോ കാര്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളൊരു സിനിമ കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെ ഇതെന്താ അങ്ങനെ എന്നൊക്കെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളൊക്കെ ചില സിനിമകളിൽ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു സംഭവമേ എനിക്കിതിൽ തോന്നിയില്ല. കാരണം ഓരോ കാര്യങ്ങളും എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിന് കൃത്യമായ വ്യക്തമായ ഉത്തരങ്ങളും ഈ സിനിമയിൽ അദ്ദേഹം വെച്ചിട്ടുണ്ട്. അതാണ്. പിന്നെ അതേപോലെ ഈ തിരക്കഥ മാത്രം നന്നായ സിനിമ ഓക്കെ ആവില്ല, ഡയറക്ഷൻ മികവ് കൂടി വേണം. അപ്പോൾ ഈ സിനിമയ്ക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. മികച്ച ഡയറക്ഷനാണ്. ഇതിൽ അദ്ദേഹം അഭിനയിപ്പിച്ചിരിക്കുന്ന എല്ലാവരെയും തന്നെ അവരെന്താണോ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്യിപ്പിച്ച് സിനിമ ഒരുക്കിയിരിക്കുകയാണ്. അപ്പം ലോകേഷ് കനകരാജ് തിരക്കഥ ഡയറക്ഷൻ കാര്യത്തിൽ ഈ സിനിമയിൽ ഒരു അത്ഭുതം തന്നെ സിനിമാ പ്രേക്ഷകർക്കായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത്, ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ഡി ഇമ്മനാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ക്രൈം ത്രില്ലിംഗ് അനുഭവം വരുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക് തന്നെയാണ് കക്ഷി കൊടുത്തിരിക്കുന്നത്. ഇടയിലൊക്കെ ബൗ 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 എന്നൊക്കെ ഒരു ഒച്ചയൊക്കെ കയറി വരുന്നുണ്ട്. അതൊക്കെ ഒരു ത്രില്ലിങ് തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ മ്യൂസിക്കൊക്കെ പുള്ളി അതിൽ ചേർത്തിരിക്കുന്നത്. അതൊക്കെ നന്നായിട്ടുണ്ട്, മ്യൂസിക് ഓക്കെയാണ്. പിന്നെ അതേപോലെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് കാർത്തിക് അശോകനാണ്. അദ്ദേഹം ഇതിന് ശരിക്കും നല്ല ഫാസ്റ്റ് ആക്ഷനുള്ള ഫാസ്റ്റ് മൂവിങ് ഉള്ള ക്യാമറ യൂസ് ചെയ്യാനൊക്കെ ഉണ്ട്, സിനിമാറ്റോഗ്രാഫി ചെയ്യാനുണ്ട്. അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വാഹനങ്ങളിൽ വെച്ചിട്ടുള്ള ആക്ഷന്, അതേപോലെ ഫാസ്റ്റിലുള്ള ആ ഒരു റൈഡിങ് അതൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായിട്ട് ഈ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള സിനിമാറ്റോഗ്രാഫി അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ശ്രീകാന്ത് NB ആണ്.
അപ്പോൾ ഈ സിനിമയുടെ ഒരു പകുതിയൊക്കെ എത്തുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു വിഷയത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആനിമേഷനിലൂടെ തന്നെ ആ വിഷയത്തെ അവർ ചില നിമിഷങ്ങൾക്കകം തന്നെ അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് റിയലായിട്ട് കാണിക്കുമ്പോൾ കുറേ സമയം എടുക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം ആനിമേഷനിലൂടെ കാണിച്ചിരിക്കുകയാണ്. അത് വളരെ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങളെ ഉൾപ്പെടുത്തി ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആ ഫ്ലാഷ് ബാക്കിൽ തന്നെ റിയാലിറ്റിയിൽ അവർ എടുത്തിട്ടുണ്ട്. അതേപോലെ ആവശ്യമില്ലാത്ത സീനുകൾ തന്നെ ഈ സിനിമയിൽ ഞാൻ കണ്ടില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ശ്രീകാന്ത് നന്നായിട്ട് തന്നെ ഈ സിനിമയ്ക്കായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നായകനിലേക്ക് വരാം. നവീൻ ചന്ദ്രയാണ് ഈ സിനിമയിലെ നായകൻ. അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് അരവിന്ദനാണ്, അരവിന്ദ്. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു കഥ കിട്ടിയപ്പോൾ, നവീൻ ചന്ദ്രയ്ക്ക് ഈ കഥ കിട്ടിയപ്പോൾ അദ്ദേഹം അത് വെറുതെ വായിച്ചിട്ട് സിനിമയിൽ വെറുതെ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് അഭിനയിച്ചു എന്ന് തോന്നുന്നില്ല കേട്ടോ. അതിനുവേണ്ടി, ഈ കഥയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രത്യേകം ട്രെയിനിങ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ സിനിമയുടെ തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ ഓരോ ഭാവങ്ങളിലും വ്യക്തമാണ്. കാരണം സിനിമ അവസാനമാകുമ്പോഴേക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ അത്രേ ഞാൻ പറയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. വളരെയധികം പരിശീലിച്ച് തന്നെയാണ് ഈ കഥയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരുങ്ങിയിരിക്കുന്നത്. നന്നായിട്ട് അദ്ദേഹം ഈ ഒരു ക്രൈം ത്രില്ലർ മൂവിക്ക് വേണ്ടി നന്നായിട്ട് പൊളിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ശക്തമായ ഒരു ഹീറോ ഉണ്ടെങ്കിൽ അതിന് പറ്റിയൊരു വില്ലനും വേണ്ടേ? വില്ലനും ഈ സിനിമയിൽ ഒരു ശക്തമായ കഥാപാത്രം തന്നെയാണ്, പൊളിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ അത്രേ ഞാൻ പറയുള്ളൂ. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ക്രൈം ത്രില്ലർ മൂവികൾ ഇഷ്ടമാണോ? അതേപോലെ ആക്ഷൻ മൂവികൾ ഇഷ്ടമാണോ? അതേപോലെ സെൻറ്റിമെൻറ്റ്സ് ഇഷ്ടമാണോ? ധൈര്യമായിട്ട് ഒന്നും ആലോചിക്കാതെ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് ഈ സിനിമയ്ക്കായിട്ട് ടിക്കറ്റ് എടുക്കാം. നല്ലൊരു ദൃശ്യാനുഭവം തന്നെ 11 മൂവിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഷോക്ക് തരുന്ന സംഭവങ്ങളാണ് അവിടെ ആയിട്ട് ഇവർ വെച്ചിരിക്കുന്നത്. നല്ല ട്വിസ്റ്റ്, സസ്പെൻസ്, കാര്യങ്ങൾ, ആക്ഷൻ എല്ലാം ഒത്തിണങ്ങിയ ഒരു സിനിമ. ഇനി ഇതിൽ നെഗറ്റീവായിട്ട് എനിക്ക് എന്തെങ്കിലും തോന്നിയോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. പോയി നിങ്ങൾ സിനിമ കണ്ടോളി. എനിക്ക് നെഗറ്റീവായിട്ട് ഈ സിനിമയിൽ ഒന്നും തോന്നിയില്ല. കാരണം എല്ലാം ഓക്കെ ആയി വന്ന ഒത്തിണങ്ങിയ സിനിമയാണ് 11. ഫ്ലാഷ് ബാക്ക് ഇതിൽ കാണിക്കുന്ന സമയത്ത് ബെഞ്ചമിൻ ഫ്രാൻസിസ് തുടങ്ങിയ 2 ട്വിൻസ് കഥാപാത്രങ്ങൾ ഇതിലുണ്ട്, ചെറിയ പയ്യന്മാർ. അപ്പോൾ അവർ ശരിക്കും ട്വിൻസ് തന്നെയാണോ അല്ല ഒരു പയ്യനെ തന്നെ ഗ്രാഫിക്സിലൂടെയൊക്കെ 2ആയിട്ട് കാണിക്കുന്നതാണോ എന്ന് അറിയില്ല കേട്ടോ. എനിക്ക് നോക്കിയിട്ട് ട്വിൻസായിട്ട് തന്നെ തോന്നിയത്. എനിക്ക് ആ കഥാപാത്രങ്ങളുടെ പേര് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും ആ 2 കഥാപാത്രങ്ങളും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ പയ്യന്മാരാണ്. ആ സെൻറ്റിമെൻറ്റ്സ് സീനുകളൊക്കെ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.